വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, എൻ്റെ മുൻപിൽ ഒരു നാടിൻ്റെ ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുതിർന്നവരെ, കുട്ടികളുടെ സന്തോഷവും ഈ ഉത്സവവും ഒക്കെ കണ്ട് അവർ ഞങ്ങളുടെ സ്വത്താണ്, മുത്താണ് എന്നൊക്കെ കരുതി നിങ്ങളിവിടെ ഇരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരുമേ ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ മാനേജരച്ഛൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സ്വത്താണ് നമ്മുടെ പള്ളിക്കൂടം. ഇവിടെയുള്ള ഈ ദൈവാലയത്തോട് ചേർന്ന് നാനാജാതി മതസ്ഥർക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ഈ പള്ളിക്കൂടം ഈ ഗ്രാമത്തിൻ്റെ സ്വത്താണ്. കഴിഞ്ഞ 48 വർഷങ്ങൾ ഈ സ്കൂളിന് വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാവരെയും, നാനാജാതി മതസ്ഥർ, മൺമറഞ്ഞു പോയ ഈ ഒരു സമ്പ്രദായത്തിന്, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ചോരയും നീരും ഒക്കെ നേദിച്ചിട്ടുള്ള മൺമറഞ്ഞു പോയവർ, ഇന്നും ജീവിച്ചിരിക്കുന്നവർ, വളരെ പ്രത്യേകമായി ഈ സ്കൂളിൻ്റെ മാനേജർ തസ്തികയിലിരുന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ, ഇപ്പോൾ ആ സ്ഥാനത്ത് ആ കസേരയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എബിയച്ചൻ, ഇവിടെയുള്ള പ്രധാന അധ്യാപകന്മാരും അധ്യാപികമാരും, അവരോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകര്, അനധ്യാപകര്, ഈ സ്കൂളിൽ കാലാകാലം പഠിച്ചിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കള്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികള്, ഇപ്പോൾ ഈ സ്കൂളിനെ സ്കൂളാക്കുന്ന, ഈ പള്ളിക്കൂടത്തെ സരസ്വതി ക്ഷേത്രമാക്കുന്ന നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ തെക്കൻ മേഖലയിൽ ഏകദേശം 21 പള്ളികൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നന്മ പകർന്നുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സ്കൂള് ഈ മേഖലയുടെ നെടും തൂണായിട്ടാണ് വർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മൾ യാത്ര ചെയ്ത് ഈ ഒരു ഉൾനാട്ടിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ അമ്പരചുംബിയായ ഒരു ക്ഷേത്രം പോലെ, ഒരു ദൈവാലയം പോലെ ഒരു പള്ളിക്കൂടം അങ്ങനെ നിൽക്കുക. ഒരുപാട് പേരെ വളർത്തിയ, ഒരുപാട് പേരെ വളർത്തുന്ന, ഭാവി ഭാസുരമാക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ പള്ളിക്കൂടം അങ്ങനെ നിൽക്കുക. നന്ദിയോടെ സ്നേഹത്തോടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നു. ഈ ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഇപ്പോൾ ഈ മാനേജ്മെൻറ്റിനെയും, പ്രത്യേകിച്ച് ഇടവകാംഗങ്ങൾ എല്ലാവരെയും, ഈ നാട്ടിലെ നാനാജാതി മുതിർന്നവരെയും അധ്യാപകരെയും എല്ലാം നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. മനോഹരമായ ഒരു കുന്നിൻ പ്രദേശം ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു കുന്നിൻ പ്രദേശം. ഈ മലമുടക്കിൻ്റെ മുകളിൽ അതിമനോഹരമായ ഈ മലഞ്ചെരുവിൽ 9 കുടിലുകൾ ഉണ്ടായിരുന്നു. എത്ര കുടിലുകൾ ഉണ്ടായിരുന്നു? എത്ര കുടിലുകൾ ഉണ്ടായിരുന്നു? 9 കുടിലുകൾ. ഒന്നുറക്കെ പറഞ്ഞ എല്ലാവരും, എത്ര കുടിലുകൾ ഉണ്ടായിരുന്നു? 9 കുടിലുകൾ ഉണ്ടായിരുന്നു. ഈ 9 കുടിലുകൾ ഈ മലമുടക്കിലുണ്ടെങ്കിൽ ഈ 9 കുടിലുകളിൽ ആരെങ്കിലുമൊക്കെ താമസിച്ചാലേ ഈ കുടിലുകൾ ജീവനുള്ള, സജീവതയുള്ള കുടിലുകളായിട്ട് മാറുകയുള്ളൂ. പക്ഷേ ഈ കുടിലുകളിൽ താമസിച്ചു കൊണ്ടിരുന്നത് മനുഷ്യരല്ല, മൃഗങ്ങളല്ല, പക്ഷി ജീവജാലങ്ങളൊന്നുമല്ല. ഈ കുടിലുകളിൽ താമസിച്ചിരുന്നത് മനുഷ്യരല്ല, മൃഗങ്ങളല്ല, പക്ഷി ജീവജാലങ്ങളൊന്നുമല്ല. പിന്നെ ആരാണ്? ഈ കുടിലുകളിൽ, ഈ മലമടക്കിലുള്ള, ഈ മനോഹരിയായ മലമടക്കിൽ, മലഞ്ചെരുവിൽ
ഉള്ള ഈ 9 കുടിലുകളിൽ താമസിച്ചിരുന്നത് ഒന്നാം കുടിലിൽ മിസ്റ്റർ 1, രണ്ടാം കുടിലിൽ മിസ്റ്റർ 2, 3-ൽ മിസ്റ്റർ 3, അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 അക്കങ്ങൾ ഈ മലമടക്കിലെ കുടിലുകളിൽ താമസിച്ചിരുന്നു. ഒറ്റയ്ക്ക് ഒരു കുടിലിൽ 1, രണ്ടാം കുടിലിൽ 2, നാലാം കുടിലിൽ 4, ആറാം കുടിലിൽ 6, ഏഴാം കുടിലിൽ 7, എട്ടാം കുടിലിൽ 8, ഒൻപതാം കുടിലിൽ 9, അങ്ങനെ 9 അക്കങ്ങൾ 9 കുടിലുകളിൽ താമസിച്ചിരുന്നു. നിർജീവതയുള്ള ഒരു താമസം, യാതൊരു ജീവനുമില്ലാത്ത ഒറ്റയ്ക്കുള്ള താമസം. അങ്ങനെ ഇരിക്കെ ഈ മലമുകളിൽ, ഈ മലമടക്കിൽ, ഈ മലഞ്ചെരുവിൽ കുറെ ബലൂണുകളുമായിട്ട് ഒരു കുട്ടി ഒരു പ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ കയ്യിൽ വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ നിറങ്ങളിലുള്ള, ചുമല, പച്ച, നീല, മഞ്ഞ, വയലറ്റ്, അങ്ങനെ വിവിധ നിറങ്ങളിലുള്ള 9 ബലൂണുകൾ, ഊതി വീർപ്പിച്ച് കെട്ടിയ 9 ബലൂണുകൾ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് ഈ മലമുടക്കിലൂടെ ചാടിപ്പാടി ആഘോഷിച്ച് തുള്ളി തിമിർത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് ഈ മലമുടക്കിൽ ഒരു കാറ്റടിച്ചു, അതിശക്തമായ ഒരു കാറ്റ്. കുട്ടിക്ക് സന്തോഷമായി, കാറ്റ്, തണുപ്പ്, അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. പക്ഷേ പൊടുന്നനെ ഈ കാറ്റിന്റെ ശക്തിയിൽ ഈ കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന ബലൂണുകൾ അവന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. അവന്റെ കയ്യിൽ നിന്ന് അപ്പോൾ ആ മലയടക്കിൽ ചുറ്റിയടിച്ച കള്ളക്കാറ്റ് അവന്റെ കയ്യിലെ ബലൂണുകളെ പറത്തിക്കൊണ്ടുപോയി. പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചത്, ഈ ബലൂണുകളെല്ലാം പറന്ന് ആകാശത്തേക്കല്ല പോയത്. ഈ ബലൂണുകളെയെല്ലാം കാറ്റിങ്ങനെ പറത്തി പറത്തി പറത്തി, ഈ ബലൂണുകളെയെല്ലാം കാറ്റിങ്ങനെ പറത്തി 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 ഓരോന്നിനെയും ഓരോ കുടിലുകൾക്കുള്ളിലേക്ക് എത്തിച്ചു. ഒന്നാം കുടിലിൽ നിങ്ങൾക്കറിയാം ആര്? മിസ്റ്റർ 1 അവിടെ ഒറ്റയ്ക്കിരിക്കുക. ഒന്നാം കുടിലിൽ 1 എന്ന സംഖ്യ അവിടെ ഒറ്റയ്ക്കിരിക്കുക. ഒരു മഞ്ഞ നിറത്തിലുള്ള ഊതി വീർപ്പിച്ച് കെട്ടിയ ഒരു ബലൂൺ ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന്, ഇങ്ങനെ പറന്ന് 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 ഒന്നിൻ്റെ അടുത്തോട്ട് ചെന്നിരുന്നു, ഒരു 0 പോലെ. ഇപ്പോൾ ആ കുടിലുള്ള 1 എന്ന സംഖ്യ എത്രയായി? 1 10ആയി. രണ്ടാമത്തെ ബലൂൺ 2 തനിയെ താമസിച്ചിരുന്ന കുടിലിന്റെ അകത്തേക്ക് പറന്നു കയറുന്നു എന്നു. 2-നൊപ്പം ചേർന്നിരുന്ന ഒരു പച്ച നിറത്തിലുള്ള ബലൂൺ 2ന്റെ അടുത്ത് ചെന്നിരുന്നപ്പോ 2 20ആയി. 3ന്റെ അടുത്തേക്ക് ഒരു ബലൂൺ ചെന്നിരുന്നപ്പോൾ 3 30ആയി, 4 40ആയി, 5 50ആയി. 6-നടുത്തേക്ക് വീണ്ടും ഒരു വെള്ള ബലൂൺ ചെന്നിരുന്നപ്പോൾ 6 60ആയി. 7ന്റെ അടുത്തേക്ക് ഒരു ബലൂൺ ചെന്നപ്പോൾ 7 70ആയി, 8 80ആയി, 9 90ആയി. പ്രിയപ്പെട്ടവരെ, ഇത് നടന്ന സംഭവമല്ല, ഒരു പൊട്ടക്കഥയാണ്. പക്ഷേ ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയും ലക്ഷ്യവും എന്താണെന്നും, വീണ്ടും ഇനി വിദ്യയെ ഒന്ന് ചെറുതാക്കിയാൽ നമ്മുടെ ഈ ഉൾനാട്ടിൽ, നമ്മുടെ ഈ പള്ളിക്കൂടം എന്ത് നന്മയാണ്, എന്ത് ശ്രേഷ്ഠതയാണ് ഈ സമൂഹത്തിന് ചെയ്യുന്നത് എന്ന ഒറ്റ ലക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഊതി വീർപ്പിച്ച് വിദ്യയും വിവരവും വിജ്ഞാനവും ബോധവും ഒക്കെ കൊണ്ടുള്ള ഒരു ഊതി വീർപ്പിക്കപ്പെട്ട ബലൂണാണ്. നമ്മൾ ഈ വിദ്യാഭ്യാസവുമായിട്ട് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയും ഉത്തരവാദിത്വമുള്ളവരെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രക്രിയയിൽ, ഈശ്വരൻ്റെ പ്രക്രിയയിൽ പങ്കുചേരുന്നവരായിട്ട് മാറുക നമ്മളത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പൂർണ്ണനാക്കുന്ന ദൈവത്തിൻ്റെ പ്രക്രിയയിൽ പങ്കുചേരാൻ ഈ ബലൂൺ പോലെ നമ്മളെ സഹായിക്കുന്ന പ്രക്രിയയാണ് എന്ത്? വിദ്യാഭ്യാസം. ഈ പ്രക്രിയയിൽ നമ്മളെ സഹായിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ ഈ നാട്ടിലെ പള്ളിക്കൂടം. ഈ പൂർണ്ണമാക്കൽ പ്രക്രിയയിൽ, ഈ പ്രക്രിയയുടെ പൂർണ്ണമാക്കൽ പ്രക്രിയയിൽ ഈ പള്ളിക്കൂടം, നിങ്ങളിവിടെ നേടുന്ന വിദ്യ നിങ്ങൾക്കെല്ലാവർക്കും തുണയാകട്ടെ.
എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.